അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ തിരുവെഴുത്ത് വ്യക്തമായി ഓർമ്മിപ്പിച്ചുണർത്തുന്നത് നിങ്ങളുടെ ഹൃദയം സ്വത്രം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. പിന്നെന്താ പറയുന്നത്? ദൈവത്തിൽ വിശ്വസിക്കുവിൻ, പിന്നെ എന്നിലും വിശ്വസിക്കുവിൻ. നോക്ക്, സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കലക്കം കൊണ്ടുവരുന്ന പ്രതികൂലത്തിന്റെ കാറ്റാഞ്ഞടിച്ച് നിന്റെ ജീവിത പടകിനെ മുക്കിക്കളയും. നിന്റെ മക്കളുടെ ജീവിതം നീ ആഗ്രഹിക്കുന്ന അളവിൽ ഉയർത്തപ്പെടാതെ തകർന്നു പോകും. അവരുടെ വിദ്യാഭ്യാസ മേഖല വഴിയിൽ ബ്ലോക്കാകും. നിന്റെ ശരീരത്തിന്റെ രോഗം നിന്നെ വിട്ടു പോകത്തില്ല. നിന്റെ കൂട്ടാളിക മദ്യപാനത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കത്തില്ല. നിന്റെ കലവറ നിറയുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിശാച് പറയുകയാണ്, ഇല്ല 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 എന്ന് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുമെങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിൽ പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളെ തകർക്കുമെന്ന് പറയുന്ന പിശാചിന്റെ തല തകർത്ത് ഞാൻ നിങ്ങൾക്ക് ജയം തരും. സ്വത്രം. കർത്താവ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്, ലോകത്തെ നോക്കി നിങ്ങൾ ലോകം പറയുന്നത് കേട്ട് ഭാരപ്പെടാതെ നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വയ്ക്കുക. ഞാൻ നിങ്ങളെ പുലർത്തും. നിങ്ങൾ തകർന്നു പോകുവാൻ, നിങ്ങൾ ക്ഷീണിച്ചു പോകുവാൻ ഒരിക്കലും ഇടയാകത്തില്ല. ഞാൻ നിങ്ങൾക്ക് അതിമഹത്തായ പ്രതിഫലമായി ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 18-ഉം 19-ഉം വായിച്ചാൽ അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 18-ഉം 19-ഉം വാക്യം. ഞാൻ നിങ്ങളെ എടുത്ത് വായിച്ചു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സ്വത്രം. നോക്ക്, ആരെല്ലാം അനാഥത്വം അനുഭവിക്കേണ്ടി വന്നാലും എന്നെ സ്നേഹിക്കുന്ന ദൈവപൈതലേ, എൻ്റെ വചനം പ്രമാണിക്കുന്ന ദൈവപൈതലേ, എൻ്റെ വചനത്തിൽ ഉറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. അമ്മ തള്ളിക്കളയും, അപ്പൻ തള്ളിക്കളയും, കൂടപ്പിറപ്പുകൾ തള്ളിക്കളയും. എന്തിനു പറയുന്നു? സ്നേഹിതർ പ്രാണന് തുല്യം സ്നേഹിക്കുന്നു പറയുന്നവർ ഒരു പ്രതികൂലം വരുമ്പോൾ ഇട്ടേച്ചു പോകും. പക്ഷെ സർവശക്തനായി ദൈവം പറയുകയാണ്, സ്തോത്രം, നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. സ്തോത്രം. നോക്ക്, ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തമുണ്ടല്ലോ, അത് പാഴ്വാഗ്ദത്തമല്ല, അത് പൂർണ്ണമായി നിവർത്തിക്കപ്പെടും. വായിച്ചോ, സ്വത്രം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങൾ കടന്ന് നിലവിളിക്കണ്ട, നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ സ്വത്രം, അതിനകത്ത് ലാസർ മരിച്ചു. യേശു കർത്താവ് പലപ്പോഴും ആ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ലാസർ മരിച്ചപ്പോൾ കർത്താവ് ആ ഭവനത്തിൽ എത്തിയില്ല. അവർ വളരെ പ്രതീക്ഷിച്ചു. കർത്താവ് ഒന്ന് വന്നിരുന്നുവെങ്കിൽ ഇനി ഒരിക്കലും തൻ്റെ സ്നേഹിതനെ തനിക്ക് കാണാൻ പറ്റത്തില്ല. ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ അവനെ കല്ലറയ്ക്കൽ കൊണ്ടുവയ്ക്കും. പിന്നീട് ഒരിക്കലും അവന് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അടക്കുന്നതിന് മുമ്പേ ഒന്ന് വന്നിരുന്നുവെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു. അവിടെ കൂടിയിരുന്നവർ പലരും യേശുവിനെ കുറ്റം പറഞ്ഞു. മാർത്തയും മറിയയും കുറ്റം പറഞ്ഞു. സ്വത്രം. പക്ഷേ യേശു വന്നില്ല. ലാസറിനെ കല്ലറയ്ക്ക് കൊണ്ട് അടക്കി. സ്വത്രം. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രതീക്ഷകൾ പലതും നഷ്ടപ്പെട്ടെന്ന് വരാം. പക്ഷെ നീ പ്രത്യാശ വെച്ചത് ദൈവം ചെയ്ത വാഗ്ദത്തത്തിലാണെങ്കിൽ, നീ വിശ്വസിച്ചത് നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന് 3 നാൾ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ദൈവം ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ ലോകാന്ത്യത്തോളം നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ, ആ കർത്താവ് വരുമെന്നേ. ആ കർത്താവ് നിന്റെ കണ്ണുനീർ തുടയ്ക്കും.
ആരെല്ലാം നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞാലും, നിന്റെ മക്കൾ ജയിക്കത്തില്ലെന്ന് പറഞ്ഞാലും, നീ ആഗ്രഹിക്കുന്ന സന്തോഷം പൂർണ്ണമായി അനുഭവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാലും, പ്രിയ ദൈവ പൈതലേ, നീ വിശ്വസിച്ച കർത്താവ് നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ ഇട്ടേച്ചു പോകത്തില്ല, നിന്റെ അടുക്കൽ വരും. നോക്ക്, 4 നാളായി നാറ്റം വെച്ച ലാസറിന്റെ ഭവനത്തിലേക്ക് യേശു വരുമ്പോൾ സ്വത്രം മാർത്ത ഓടി ചെന്നിട്ട് പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. സ്വത്രം പലപ്പോഴും നാം ചിന്തിക്കുന്നതാ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവ് ഒന്ന് വന്നിരുന്നുവെങ്കിൽ, ഈ പ്രശ്നങ്ങളെ അതിജീവിപ്പാൻ ദൈവം എന്നെ ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ, ഈ സാമ്പത്തിക ബാധ്യത ഒന്ന് പരിഹരിപ്പാൻ ദൈവം എനിക്കൊരു പുതിയ വാതിൽ തുറന്നിരുന്നുവെങ്കിൽ. സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, നിന്റെ തലയിലെ ഒരു മുടിനാര് കൊഴിയുന്നുവെങ്കിൽ അത് ദൈവം അറിയാതെ അല്ല. നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, നീ ഒഴിക്ക കണ്ണുനീരുണ്ടല്ലോ, ലോകത്തിന് മുമ്പിൽ ഒരുപക്ഷെ നീ ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തിയായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവ് പറഞ്ഞിങ്ങനെ, അനാഥനായി ഞാൻ നിന്നെ വിടത്തില്ല. സ്വത്രം. എൻ്റെ യേശുപ്പൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതങ്ങനെ തന്നെ സംഭവിക്കും. കർത്താവ് ലാസറിനെ വിട്ടി വരുമ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാം കർത്താവിനെ കുറ്റം പറഞ്ഞു. സ്വത്രം. അവർക്ക് ആരോടും എൻ്റെ യേശുപ്പൻ മറുപടി പറഞ്ഞില്ല. സ്വത്രം. നമ്മളാണെങ്കിൽ കാര്യകാരണ സഹിതം മൊത്തം അവിടെ നിന്ന് വിവരിക്കും. ഇനിയിപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ, അടക്കം കഴിഞ്ഞു, എല്ലാം തീർന്നു. പക്ഷേ എൻ്റെ യേശുപ്പൻ ആ നാട്ടിൽ കൂടിയിരുന്നവരുടെ ചോദ്യങ്ങൾക്കോ അവരെ കുറ്റം പറച്ചിലുകൾക്കോ മറുപടി പറയാൻ നിന്നില്ല. പകരം എന്ത് ചെയ്തു? മാർത്തേ, കരയണ്ട, മറിയേ, കരയണ്ട, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോഴും മാർത്തയ്ക്കും മറിയയ്ക്കും ഒന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാർത്ത പറയുന്നൊരു കാര്യമുണ്ട്, അല്ല മറിയ പറയുന്നൊരു കാര്യമുണ്ട്. സ്വത്രം. ഒടുക്കത്തെ നാളിൽ സംഭവിക്കുന്ന അറിയാൻ ദൈവമേ. സ്വത്രം. ഇത് കേട്ടിട്ട് പിന്നെ ഒരു മറുപടി കർത്താവ് പറഞ്ഞില്ല. കാരണം അവിശ്വാസം. ലാസർ മരിക്കുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞിരുന്നു അവൻ ജീവിക്കുമെന്ന്, പക്ഷെ അതും ഓർത്തില്ല. മനുഷ്യനായതുകൊണ്ട് മറവി സർവ്വസാധാരണമാണ്. സ്വത്രം. പക്ഷേ നമ്മുടെ മറവിയെ ഓർമ്മിപ്പിച്ചുണർത്തുന്നവനാ കർത്താവ്. നീ മറന്നു പോയതിനെ ഞാനിതാ നിനക്ക് തിരികെ തരിക എന്ന് ഓർമ്മിപ്പിച്ച് ഉണർത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ദൈവപ്പൈതലേ, നീ പ്രാർത്ഥിക്കാൻ മറന്നു പോകല്ലേ. നീ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. അതിന് ഒരിക്കലും തടസ്സമിടുവാൻ പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല. കാരണം പ്രാർത്ഥന എന്ന ധൂപം സ്വർഗത്തിലെത്തുമ്പോൾ സ്വർഗം അടങ്ങിയിരിക്കത്തില്ല, നിനക്ക് വേണ്ടി മറുപടിയുമായി ഇറങ്ങും. സ്വത്രം. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണം, പ്രാർത്ഥന കുറഞ്ഞു പോയാൽ ലോകത്തിന്റെ പാഴ്സി പ്രഭു ആ മറുപടിയെ ബ്ലോക്ക് ചെയ്യും. എന്നാൽ ഞാൻ വ്യക്തമായി പറയാം, കർത്താവ് മറുപടി പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. അവനെ എവിടെ വെച്ചത്? സ്വത്രം. അവനെ എവിടെയാ അടക്കിയത്? സ്വത്രം. എല്ലാവരും കൂടി ഇങ്ങനെ ചിന്തിച്ചു, ഓ കല്ലറയ്ക്ക് ചെന്ന് കരയാൻ പോവുക, നേരത്തെ വരാതെ ഇരുന്നിട്ട് ഇപ്പോൾ വന്ന് വലിയ സങ്കടവാക്ക് പറയുക, പഴിക്കാനും ദൂഷിക്കാനും കുറ്റം പറയാനും ഒരുപാട് പേര് നിനക്കും കാണും. സ്വത്രം. ഓ ദൈവത്തെ സേവിച്ച് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഞങ്ങളുടെ പള്ളി വിട്ടേച്ച്, ഞങ്ങളുടെ കുടുംബം വിട്ടേച്ച്, ഞങ്ങളുടെ ബന്ധം വിട്ടേച്ച്, ഞങ്ങളുടെ സ്വന്തം വിട്ടേച്ച് അവളെ ഏതാണ്ട് കാണിക്കാൻ വേണ്ടി ഇപ്പൊ തുള്ളാൻ പോയേക്കുക. സ്വത്രം. ഓ അല്ലേലിയ പറയാൻ പോയേക്കുക. കുഞ്ഞ് ഇതൊക്കെ പറയുമ്പോൾ ഓർത്തോണം നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയെന്ന്. സ്വത്രം. നീ ഓരോ ദിവസം അപമാനിക്കപ്പെടുമ്പോൾ ഓർത്തോണം മറുപടിയുമായി സ്വർഗം വരാൻ പോവുകയാണെന്ന്. സ്വത്രം. ഒരു ദിവസം വൈകുന്നെങ്കിൽ അത് ഇരട്ടി അനുഗ്രഹമായിട്ട് സ്വർഗം കൊണ്ടുവരും. ഞാൻ വ്യക്തമായി പറയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ 1100 രൂപ കൊണ്ട് തുടങ്ങിയതാ. കർത്താവ് ഇത്രത്തോളം തരാൻ കഴിയും മനസ്സുള്ളവനാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇറങ്ങി വരും. നിന്ദിച്ച ജനത്തിന് മുമ്പിൽ നീ മാനിക്കപ്പെട്ടവനും മാനിക്കപ്പെട്ടവളുമായി ദൈവത്താൽ ഉയർത്തപ്പെട്ട് ദേശത്തിന് മുമ്പിൽ നീ പ്രവർത്തിക്കും. അതുകൊണ്ട് ഒരു പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ വിശ്വസിക്ക്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനെന്ന്. കോടതി നമുക്കെതിരായി നിൽക്കും, ഭരണകൂടം നമുക്കെതിരായിട്ട് നിൽക്കും, കുടുംബത്തിലെ മാതാപിതാക്കൾ നമുക്കെതിരായിട്ട് നിൽക്കും, കൂടപ്പുറപ്പോൾ നമുക്കെതിരായിട്ട് നിൽക്കും. പക്ഷേ സ്വർഗത്തിലെ കർത്താവ് അനുകൂലമാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തെയാണ് നീ സേവിക്കുന്നതെങ്കിൽ
ആ പ്രതികൂലമായി നിന്ന സകലത്തിലെയും നിന്റെ കാൽക്കിൽ ചവിട്ടി അരയ്ക്കുവാൻ സ്വർഗം നിന്നെ ഉപയോഗിക്കും. സ്തോത്രം. നമുക്ക് യോഹന്നാൻ പറയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കൊന്ന് കേൾക്കുക. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യം. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 24-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് കർത്താവിന് വേണ്ടി അധ്വാനിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളുടെ കാറ്റാഞ്ഞടിച്ചു. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ പലവട്ടം അടികൊണ്ടിട്ടുണ്ട്, പലവട്ടം ഞാൻ നിന്ന അനുഭവിച്ചിട്ടുണ്ട്, പലവട്ടം എൻ്റെ പ്രാണൻ പോകുമാറ് ഞാൻ പീഡ അനുഭവിച്ചിട്ടുണ്ട്, പലവട്ടം ഞാൻ ദേശത്ത് ചെന്നിടത്ത് തിരസ്കാരങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ പട്ടിണി കടന്നിട്ടുണ്ട്. സ്വത്രം. എങ്കിലും എൻ്റെ കർത്താവിന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ, എനിക്ക് വേണ്ടി പങ്കപ്പാട് സഹിച്ച് എൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് തന്ന എൻ്റെ ദൈവത്തിന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ മാത്രം എൻ്റെ പ്രാണനെ ഞാൻ വിലയുള്ളതായിട്ട് എണ്ണുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, കേൾക്കണേ. എൻ്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് പ്രസാദമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രാണന്റെ വിലയുണ്ടല്ലോ, അത് മുഴുലോകത്തേക്കാൾ വലിയതാ. അത് ആയുസിന്റെ മധ്യത്തിൽ തകർത്ത് കളയുന്ന പിശാചിന്റെ കരുത്തിൽ കൊടുക്കത്തില്ല. വാർദ്ധക്യവും നരയും വന്ന് നിന്റെ മക്കളുടെ മക്കളെയും കണ്ട് സന്തോഷത്തോടെ സുഖമായി കിടന്നുറങ്ങി അങ്ങ് ദൈവരാജ്യത്തിൽ ചെന്ന് ചേരും. അല്ലാതെ ആയുസിന്റെ മധ്യത്തിൽ അറ്റാക്ക് വന്ന്, രോഗം വന്ന്, ക്ഷീണം വന്ന്, ആശുപത്രി കിടന്ന് മരുന്ന് കിട്ടാതെ, വെള്ളം കിട്ടാതെ നീ ഞരങ്ങി ചാവുമെന്നല്ല പറഞ്ഞത്. ദൈവത്തിന്റെ വാക്തത്വം പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നത് 60 ഇല്ലെങ്കിൽ 70. സ്വത്രം. ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞവരാ നമ്മുടെ സഭയിൽ മിക്കവരും. ഇനി 60ലേക്ക് പോകാൻ പോകുന്നവരുണ്ട്. സ്വത്രം. പറയട്ടെ, മക്കളെ കണ്ടു, കൊച്ചുമക്കളെ കണ്ടു, മരുമക്കളെ കണ്ടു. സ്വത്രം. ഇനി എന്താ നമുക്ക് വേണ്ടത്? സ്വത്രം. ഇനി നിത്യജീവന്റെ വ്യക്തിത്വത്തെ കാണണം. അത് മുഖാമുഖമായി. സ്വത്രം. വിശ്വാസത്താൽ നാം കണ്ട് അവനെ ഹൃദയത്തിൽ സ്വീകരിച്ചെങ്കിൽ മുഖാമുഖമായി ഞാൻ എൻ്റെ പ്രിയനെ കാണും. സഹോദരങ്ങളെ, ഞാനത് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ ശാസ്ത്രജ്ഞന്മാര് ഈ വാനനിരീക്ഷണം നടത്തിയപ്പോൾ അവർ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. സ്വർഗത്തിൻ്റെ കവാടം കണ്ടെന്ന് പറഞ്ഞ് ചില യൂട്യൂബിൽ പ്രോഗ്രാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്നും വിശ്വസിക്കേണ്ട. ഒരു പക്ഷേ അത് ഒരു വിശ്വാസി പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ വിശ്വാസി എടുത്ത ഫോട്ടോ ആയിരിക്കും. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ, നിരീശ്വരവാദികൾ സ്വത്രം ഇവിടെ നിന്ന് ശാസ്ത്രലോകത്തെ പഠിച്ചപ്പോൾ അങ്ങനെ ഒരു സ്വർഗമുണ്ട് എന്ന് അവർ പ്രഖ്യാപിച്ചു, എഴുതി വച്ചു. സ്വത്രം. സ്വർഗമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സൂര്യനപ്പുറത്ത് ചന്ദ്രനപ്പുറത്തുമാണ് 1000 വാനഗോളങ്ങൾ താണ്ടി നിത്യതയിൽ സർവശക്തനോട് കൂടെ വാഴുന്ന ഒരു ദിവസം, അവനോട് കൂടെ ചേർന്നിരിക്കുന്ന ഒരു ദിവസം, അവൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഒരു ദിവസം, രോഗമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, സന്തോഷമുള്ള ഒരു ദിവസം. ഒന്നുകൂടി ചേർത്ത് ഞാൻ പറയാം, ഈ ഭൂമി നമ്മൾ വീണ്ടും പാർക്കാൻ വരുന്ന ഭൂമിയായി മാറും. അന്ന് ഇവിടെ നാം രാജാക്കന്മാരായിരിക്കും. സ്വത്രം. ശാസ്ത്രലോകം അത് പഠിച്ചിട്ട് പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥകൾ. അങ്ങനെയെങ്കിൽ കാണാതെ കർത്താവിനെ വിശ്വസിക്കുന്ന നീ 100 വയസ്സായി, നീ മരിച്ചു. സ്വത്രം. അങ്ങനെയാണ് ആ 100ാമത്തെ വയസ്സിലായിരിക്കും തിരിച്ചു വരുന്നത്. അല്ല, തേജസ്സുള്ള ശരീരമായി, യൗവനയുക്ത ശരീരമായി കർത്താവ് എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ നീയുമാകും. പറഞ്ഞു. സ്വത്രം. കർത്താവ് എങ്ങനെയായിരിക്കുന്നു അതുപോലെ നീയുമാകും. സ്വത്രം. ദൈവത്തിന്റെ സ്നേഹം അതാണ്. വായിച്ച മക്കളെ, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം. സ്വത്രം. ഈ കഷ്ടവും പ്രയാസവും ദുഃഖവും ദുരിതവും ഒക്കെ ഞാൻ സഹിക്കുന്നത് കർത്താവ് എന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷ തികച്ചെടുക്കാനാണ്. സ്വത്രം. പൗലോസിന് ഇതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു?
ഒരു വലിയ കപ്പൽ പ്രമാണി, സന്നിധി സംഘത്തിലെ മെയിൻ ആള്, പള്ളിയിലെ മുഖ്യാസനത്തിൽ ഇരിക്കുന്ന ആള്, അവിടുത്തെ വലിയ പണക്കാരൻ, സ്വത്രം, അതിനെല്ലാം ചപ്പും ചവറുമെന്ന് എണ്ണിയിട്ട് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചുകൊണ്ട് ഓടുകയാ. സ്വത്രം. നമുക്കൊരു പക്ഷേ ചിന്തിക്കാൻ കഴിയും, എടാ ഇത്രയും ഉണ്ടായിട്ട് പൗലോസ് എന്തിനാ ഇതിനു വേണ്ടി ഇറങ്ങിയത്? പൗലോസിന് ബോധ്യം വന്നത് തൻ്റെ പ്രാണന്റെ വില അത് മുഴുലോകത്തെക്കാൾ വലിയതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ കുറെ ആൾക്കാർ എന്നെ അംഗീകരിച്ചാൽ പോരാ, സ്വർഗം അംഗീകരിക്കണം. സ്വത്രം. സ്വർഗം അംഗീകരിക്കണം. എന്നോട് ദൈവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ പോളെ നിനക്കൊരു വലിയ പാട്ടുകാരനാണെന്നല്ലേ ആഗ്രഹം, പക്ഷെ നീ എത്ര കിടന്ന് പാടിയാലും ഈ കേരളത്തിൽ കുറെ ജില്ലകളല്ലാതെ വേറൊന്നും അറിയത്തില്ല. ഇനി നിന്റെ പാട്ട് സ്വർഗത്തിൽ ആരും കേൾക്കത്തുമില്ല. പക്ഷെ നീ യേശുവിന് വേണ്ടി പാടി നോക്ക്. ഒരൊറ്റ പാട്ടേ പാടിയുള്ളെങ്കിലും അത് സ്വർഗം കേൾക്കും. സ്വർഗം കേട്ട ലോകം മുഴുവൻ നീ അറിയപ്പെടും. സ്വത്രം. സൗരങ്ങളെ, ആ വാക്ക് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. സ്വത്രം. ലോകരാജ്യങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം ഇന്ന് എൻ്റെ പാട്ടും ഈ രൂപം എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്ന് അദ്ദേഹം പറഞ്ഞ് കേൾക്കാതെ, ഇല്ല ഞാൻ വരത്തില്ല, എനിക്ക് വലിയ സിനിമാ പാട്ടുകാരനായാൽ മതി. സ്വത്രം. വലിയ സിനിമാ പാട്ടുകാരനെന്ന് പറയുന്നത് യേശുദാസ ഇവിടെ കേരളത്തിൽ. അദ്ദേഹത്തെ അറിയാത്ത എത്രയോ ആയിരങ്ങളുണ്ടെന്നറിയാം. സ്വത്രം. വലിയ പാട്ടുകാരനായ ബാലസുബ്രഹ്മണ്യം, അദ്ദേഹത്തെ അറിയാത്ത എത്രയോ രാജ്യങ്ങളുണ്ടെന്നറിയാം. പക്ഷെ ഫോൺ അവിടെ കൊണ്ട് അവിടെ എല്ലാം ബോളിളക്കോട്ടമുണ്ട്. സ്വത്രം. ഈ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. ഒരല്ലേ പറയാമെങ്കിൽ പറ. സ്വത്രം. ഒന്ന് അടിച്ചാൽ മതി. ഇനി ഇത് സ്വർഗത്തിലുണ്ട്, ഇത് മേലോട്ട് ചെന്നിട്ടാണ് താഴോട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നീ ഉയർത്തുന്ന ആരാധനയുണ്ടല്ലോ, സ്വർഗത്തിലെത്തിയിട്ടാ അത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെത്തുന്ന ആരാധനയ്ക്കൊരു പ്രതിഫലം നിനക്കും നിന്റെ സന്തതിക്കും വരുവാനുള്ള തലമുറയ്ക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുക. അവൻ ആർക്കും കടക്കാരനല്ല. ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നത്, ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലം മുഴുലോകത്തെക്കാൾ വലിയതാ. അത് നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾ പ്രാപിക്കും. അത് സ്വർഗം ചെയ്യുന്ന വാഗ്ദത്തമാ. അതിന്റെ ഒരു നിത്യത സ്വർഗത്തിൽ ലഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നീ കാണാത്തതും കേൾക്കാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ സ്വർഗീയ സന്തോഷവും നന്മയും അനുഭവിക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം എവിടെ നിന്ന്, തിരുവനന്തപുരത്ത്, സ്വത്രം, കുഞ്ഞുങ്ങളുമായിട്ട് പോയപ്പോൾ ഞാൻ മാത്രമേ KFC കഴിച്ചിട്ടുള്ളൂ. അപ്പം അവിടെ എയർപോർട്ടിൻ്റെ ഇപ്പുറത്തൊരു സെൻ്ററുണ്ട്. അവിടെ കയറിയിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നമുക്ക് KFC കഴിക്കാം, ഇത് അമേരിക്കൻ്റെ ഒരു പ്രോഡക്റ്റാണ്, ഇതിവിടെ കിട്ടത്തില്ല, വലിയ വിലയാണ്. പിസ്സ കഴിക്കാം, അതും വലിയ വിലയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പോക്കറ്റിലെ പണം അതിൽ ഒരു പീസിന് കൊടുക്കണം. പിന്നെ 90 രൂപ, 399 രൂപ സ്വത്രം ഒരു പീസ് വാങ്ങിക്കണമെങ്കിൽ. അങ്ങനെ 4-5 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കഴിക്കണം, എത്ര രൂപയാവും? പൈസ നോക്കിയാൽ വാങ്ങിക്കൂ. സ്വത്രം. കുഞ്ഞുങ്ങൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ സ്വർഗം തന്നു. ഞാൻ എന്തിനത് പറയുന്നറിയാമോ? നമ്മളൊക്കെ കഴിക്കാത്ത ആഹാരങ്ങൾ പലതുമുണ്ട്. അതിനെല്ലാം ഈ കൊച്ചു കേരളത്തിനകത്തിരുന്ന് കഴിക്കാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം എത്ര വലുതാണെന്നറിയാമോ? ഈ കറങ്ങുന്ന കോഴിയൊക്കെ വളരെ കുറച്ച് കാലമേ ആയുള്ളൂ നമ്മുടെ നാട്ടിൽ വന്നിട്ട്. സ്വത്രം. അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിദേശ നാടുകളുണ്ട്. പക്ഷെ ഇന്ന് നമുക്കതൊക്കെ സുലഭമായി കഴിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ. സ്വത്രം. അത് വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയാവും? നമ്മളിൽ പലരും അത് കഴിക്കാതെ ഇരിക്കുമ്പോൾ സ്വത്രം നമുക്കത് കഴിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നില്ലേ? സ്വത്രം. ഉഷ ചേച്ചി ഇങ്ങനെ ഞാൻ അത് കഴിച്ചില്ലല്ലോ. എത്രയോ വട്ടം കഴിച്ചേക്കുന്നത്. സ്വത്രം. എത്രയോ വട്ടം വീട്ടിൽ വാങ്ങിച്ചോണ്ട് വന്ന് തിന്നേക്കുന്നത് ഇല്ലയോ? ഇതൊക്കെ നമുക്കൊരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച സാധനങ്ങളല്ല. പക്ഷേ മറ്റു പലർക്കും ഇത് കഴിക്കാൻ ഭാഗ്യമില്ലാതിരിക്കുമ്പോൾ, വറുത്തും കരിച്ചും പൊരിച്ചും അനേക വീടുകളിൽ തിന്നാനില്ലാതിരിക്കുമ്പം 24 മണിക്കൂർ നോക്കിയാലല്ല അവിടെ എപ്പോഴും കരിപ്പും പൊരിപ്പോ കാണുന്നു. ഏത്തയ്ക്ക അപ്പോ,
എന്തൊക്കെയൊക്കെയോ അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ കരുണയാ. സ്വത്രം. അനേക കുടുംബങ്ങൾ അങ്ങനെ ഒന്ന് തിന്നാൻ വേണ്ടി കടകളിൽ പോകുമ്പോൾ നമ്മുടെ വീടിനകത്ത് ഉണ്ടാക്കി കഴിക്കാൻ കിട്ടുന്ന ഭാഗ്യമുണ്ടല്ലോ, അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദയാണെന്ന് തിരിച്ചറിയണം. അനേകർക്ക് ലഭിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ കരത്തിൽ അത് ഉപയോഗിക്കാൻ കിട്ടുന്ന ഭാഗ്യം. പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ പ്രാണനെ അല്ല, എനിക്ക് വേണ്ടി പ്രാണൻ തന്ന എൻ്റെ ദൈവത്തെ ഓർക്കുമ്പോൾ ഈ കഷ്ടം സാരമില്ല. സ്തോത്രം. വായിക്കാം അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം 22 മുതൽ 24 വരെ. 27-ാം അധ്യായം 22 മുതൽ 24 വരെ. സ്തോത്രം. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സ്തോത്രം. പൗലോസ് പറയുകയാണ് ധൈര്യത്തോടിരിക്കാൻ. എവിടെ കിടന്നോണ്ടാ പറയാന്നറിയാമോ? കടലിൽ കിടന്നുകൊണ്ട്, വെള്ളത്തിൽ മുങ്ങി പൊങ്ങി ചാവാൻ പോകുമ്പോഴാണ് പറയുന്നത് ധൈര്യത്തോട്ടിരിക്കാൻ. 217 പേരുണ്ട്. സ്തോത്രം. അവരോട് പറയാം നിങ്ങൾ ധൈര്യത്തോട്ടിരിക്കുന്നു, പേടിക്കണ്ട. എങ്ങനെ പറയാൻ പറ്റും? കപ്പലിച്ചാതം വന്ന് കിട്ടിയ പലകത്തുള്ളിനകത്ത് പിടിച്ചു കിടക്കുന്ന, വെള്ളം കുടിച്ചും കുടിക്കാതെയും കിടക്കുന്ന 270 പേരോട് പറയും, 71 പേരോട് പറയുകയാണ് ധൈര്യത്തോട്ടിരിക്കാൻ. നമ്മളാണെന്ന് പറയുക, ഭ്രാന്ത നിനക്ക് വേറെ പണിയൊന്നുമില്ല, ചാവാൻ കിടക്കുമ്പോഴാണ് ഈ ധൈര്യത്തോട്ടിരിക്കാൻ പറയുന്നത്, രക്ഷപ്പെടുമെന്ന്. രക്ഷപ്പെടുന്നൊന്നും ഇല്ലടാ. ഇപ്പൊ പൗലോസ് പറയുകയാണ്, ഇന്നലെ രാത്രി ദൈവത്തിന്റെ ദൂതൻ എന്നോട് പറഞ്ഞു. സ്വത്രം. ഇന്നലെ രാത്രി എന്നോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ് നാളെ നമ്മള് മെലീത്ത ദ്വീപിലിരിക്കുമെന്ന്. സ്വത്രം. ഇതാ വിശ്വസിക്കേണ്ടത്, ഇതാ വിശ്വസിക്കേണ്ടത്. കർത്താവ് പറഞ്ഞ് നിങ്ങൾ ആരംഭിക്കാനാണ് പറഞ്ഞത്. എങ്ങനെ, എപ്പോ? അങ്ങനെ സാഹചര്യം വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ? ആര് നമ്മളെ സഹായിക്കും? പാസ്റ്റർക്ക് അങ്ങ് പറഞ്ഞാൽ മതി. എടാ, വിശ്വാസമുള്ളവൻ പറയും. കാരണം നീ വിശ്വസിക്കുന്ന ദൈവത്തെ ആണെങ്കിൽ ആ ദൈവം നിനക്ക് വേണ്ടി കരുതുമെന്ന് വിശ്വസിക്കണം. എവിടെങ്കിലും ഏതെങ്കിലും വീണ് ചത്തെന്നും പറഞ്ഞ് അതിന് പുറകെ ചെന്നാൽ അയ്യോ പത്തോ വിളിക്കാതെ ജീവിക്കുന്ന ദൈവത്തെ നോക്കണം. ഇന്ന് വരെ ഭൂമിയുടെ മുൾപ്പരപ്പിൽ നിങ്ങളെ നിർത്തിയ ദൈവമാണെന്ന് വിശ്വസിക്കണം. മാത്രം. പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ, പ്രത്യാശയില്ലാത്തവരായി അയ്യോ ഞങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലേ, അയ്യോ ഞങ്ങളുടെ കൊച്ചുങ്ങൾക്ക് ആരുമില്ലേ, അയ്യോ ഞങ്ങൾ എങ്ങോട്ട് പോവുക, ഞങ്ങളുടെ വീട് കൊച്ചു വീടാണ്, ഞങ്ങൾക്ക് വലിയ വണ്ടിയില്ലേ, അയ്യോ കർത്താവേ തരണേ തരണേ. കുഞ്ഞ് ഇതെല്ലാം കിട്ടിയിട്ട് തിന്നാൻ ഭാഗ്യമില്ലെങ്കിൽ എന്തിനു വേണ്ടി ഇന്നലെ വിളിക്കുന്നത്? സ്വത്രം. ഈ വലിയ വീട് വെച്ചിട്ട് എത്രയോ പേര് അതിനകത്ത് കിടന്നുറങ്ങാതെ വീട്ടിൽ കയറുന്ന ചത്തുപോയി. പത്രം. നിങ്ങൾ പത്രമൊന്നും കാണാത്തവരാ. നാളെ വീടിന്റെ വാല് വെച്ചാന്ന് പറഞ്ഞ് അച്ഛൻ പേർഷ്യന്ന് വന്ന് വരുന്ന വഴി ഒറ്റ അറ്റാക്ക്. സ്വത്രം. അച്ഛൻ വീട്ടിൽ വന്ന് ജഡമായിട്ടാ. സ്വത്രം. മോള് ജർമ്മനിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി. സ്വത്രം. 14-ാം തീയതി വീട് വാല് വെച്ചാ മോള് ഇംഗ്ലണ്ടിൽ വന്ന് അവിടെ കിടന്നു. ഫ്ലൈറ്റ് 4 ദിവസം കഴിഞ്ഞേ ഉള്ളൂ. സ്വത്രം. സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവം ഉണ്ടല്ലോ, നിന്നെ വഴി കടത്തത്തില്ല. ഇന്നൊരു പക്ഷേ ഇത്തിരി കഷ്ടത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ആ കഷ്ടം മാറി നീ കണ്ട സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യത, അതിന്റെ പൂർണ്ണത നീ അനുഭവിച്ച് നിന്റെ ഭാര്യയോടും നിന്റെ കൊച്ചുമക്കളോടും ചേർന്ന് അതിനകത്ത് കിടന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി സുഖമായി കിടന്ന് ഉറങ്ങിയ ദൈവം വിളിക്കത്തുള്ളൂ. അത് വിശ്വസിക്കണമെന്നേ. ഞാൻ എന്ത് ചെയ്യും എന്ത് പറഞ്ഞ് ചുമ്മാ ഇല്ലേ ഇല്ലാന്ന് പറഞ്ഞ് കിടന്ന് കരയാതെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തും മതിയായവനാ. എനിക്ക് മക്കളെ തന്നത് ദൈവമാ, എനിക്ക് കുടുംബം തന്നത് ദൈവമാ, എനിക്കൊരു ഭവനം തന്നത് ദൈവമാ. അങ്ങനെയെങ്കിൽ ആ ഭവനത്തിനകത്ത് ഞാനും എന്റെ സന്തതിയും ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ഒരിക്കലും പാഴാകത്തില്ല. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി എന്റെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന പൂർണ്ണത വിശ്വസിക്കണം. നിന്റെ കുഞ്ഞൊരു പക്ഷേ നിന്നെ വിട്ടകന്നു പോയിരിക്കും, പക്ഷെ ആ കുഞ്ഞിനെ മറന്നു കളയല്ലേ. അപ്പാ മടക്കി കൊടുക്കണം, അവിടത്തേക്ക് മനസ്സുണ്ടാകണമേ, അടിയനോട് ചേർന്ന് ആരാധിപ്പാനുള്ള അവസരം കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് നഷ്ടപ്പെട്ടു പോകുന്ന തലമുറയാകരുത്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന തലമുറയായി ചേർന്ന് നിൽക്കുന്ന ഒരനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാം ലോകത്തുനിന്ന് പോകും. ആ പോകുന്നതിന് മുമ്പ് സന്തോഷത്തോടെ പോകാൻ ഉള്ള അവസരം ദൈവം തന്നെ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് പൗലോസ് പറയുകയാണ്, ദൈവം എന്നോട് പറഞ്ഞു.
സ്വത്രം. നാളെ ഈ നേരത്ത് നമ്മൾ എവിടെ നിൽക്കേണ്ടി വരും? സ്വത്രം. അങ്ങനെയാണെങ്കിൽ വായിച്ചോടത്തെ. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണനെ ഹാനി വരികയില്ല. ഇല്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രി എന്റെ അടുക്കൽ നിന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദൂതനെ ദൈവം ആരുടെ അടുക്കൽ അയച്ച്? പൗലോസിന്റെ അടുക്കൽ അയച്ചു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കും ദൈവ പൈതലേ, നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം നൽകി തരുവാൻ സ്വർഗത്തിലെ ദൂതനെ അയക്കും. സ്വത്രം. അവൻ വരും, നിന്റെ ആഗ്രഹത്തെ സത്യമാക്കി തരും. വായിക്കാം അടുത്ത വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 3-16-17 വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 3-16-17 വാക്യം. സ്വത്രം. ഭയപ്പെടണ്ട, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാ. സ്വത്രം. അപ്പൊ ദൈവത്തിന്റെ മന്ദിരം നശിച്ചാൽ ആർക്ക് വേദനിക്കുമെന്നറിയാമോ? ദൈവത്തിന് വേദനിക്കും. സ്വത്രം. അപ്പൊ നിങ്ങൾ ദൈവത്തിന് മന്ദിരമാകുന്നെങ്കിൽ നിങ്ങൾ നശിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം സ്വയം നമ്മെ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കണം. ദൈവത്തിന്റെ ഹിതമായി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. സ്വത്രം. പരാജയങ്ങളൊക്കെ ജീവിതത്തിൽ വരും. ചിലപ്പോഴൊക്കെ കോപം വരും, ചിലപ്പോഴൊക്കെ ദേഷ്യം വരും, ചിലപ്പോഴൊക്കെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ തോന്നും. ഇതൊക്കെ തോന്നുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഞാൻ ആരാണോ? സ്വത്രം. ഇങ്ങനെയൊക്കെ പിശാച് അകത്തേക്ക് ചിന്തകൾ കൊണ്ടും ഓർക്കണം, ഞാനൊരു ദൈവത്തിന്റെ പൈതലാണ്. ദൈവത്തിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ തോറ്റുപോകും. അതുകൊണ്ട് ദൈവമേ, പറ്റിപ്പോയി, തെറ്റിപ്പോയി, സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് ക്ഷമിക്കുവാനും സഹിക്കുവാനും ദൈവസന്നിധി പ്രാർത്ഥിക്കുവാനും തയ്യാറാണ്. അങ്ങനെ ആരൊക്കെ ദൈവസന്നിധി നിന്നിട്ടുണ്ടോ അവരാരും ജീവിതത്തിൽ തോറ്റുപോടില്ല. വായിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരവും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ മന്ദിരം നശിപ്പിക്കരുത്. നിങ്ങളുടെ ശരീരം നാശത്തിന് വിട്ടുകൊടുക്കല്ല്. നിങ്ങളുടെ ശരീരം പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ ശരീരം മദ്യത്തിനും മയക്കുമരുന്നിനും വിട്ടുകൊടുക്കരുത്. പ്രാർത്ഥനയാലും ഉപവാസത്താലും കണ്ണുനീരോടെ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു തുടങ്ങ്. സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ വെളിപ്പെടും. 1 കൊരിന്ത്യർ 13-4 വാക്യോട് വായിക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം ആർക്കും കടക്കാരല്ല. സ്വത്രം. ദൈവത്തിന്റെ മന്ദിരത്തിനകത്ത് കരച്ചിലും പല്ലുകടി ഉണ്ടാവരുത്. വാഗ്വാദം, വിദ്വേഷവും, മത്സരവും, പിണക്കവും ഉണ്ടാവരുത്. പിന്നെ എന്താ വേണം? സ്നേഹം ഉണ്ടാവണം, ഐക്യമുണ്ടാവണം, കൂട്ടായ്മ ഉണ്ടാവണം. എന്താ പറയുക? ക്ഷമിക്കാനും സഹിക്കാനും കഴിയണം. കർത്താവ് സ്നേഹമാണ്, ദൈവം സ്നേഹമാകുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ക്ഷമിക്കുന്നവരായിരിക്കണം, സഹിക്കുന്നവരായിരിക്കണം, പൊറുക്കുന്നവരായിരിക്കണം, മത്സരിക്കുന്നവരാകരുത്. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന യാതൊരു ദുർസ്വഭാവങ്ങളും നമ്മിൽ ഉണ്ടാകരുത്. ഏതെങ്കിലും ഒരു കാരണവശാൽ അങ്ങനെയൊന്ന് കടന്നു വന്നാൽ അതിനെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ മഹത്വമുള്ളവനും മഹത്വമുള്ളവളുമായി ദൈവസന്നിധി നിൽക്കണം. അടുത്തേ, മറ്റുള്ളവരോട്, നമ്മോട് കോപിച്ചവരോട് ഇല്ലെങ്കിൽ നമ്മൾ കോപിച്ചവരോട് ദയ ഉള്ളവരായിരിക്കണം. ആകയാൽ സകല ദുർമാർഗങ്ങളെയും വിട്ടുതിരിഞ്ഞ് സ്തോത്രം ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി ദൈവസന്നിധിയിൽ ഉറപ്പും ധൈര്യമുള്ളവരായി നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക പരിജ്ഞാനം കൊണ്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നിറയ്ക്കും. സ്തോത്രം. എങ്ങനെ നിറയ്ക്കും? സകല ബുദ്ധിയെയും കവിയുന്ന, ഉറച്ചു പറ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക പരിജ്ഞാനത്താൽ അവൻ എന്നെ നിറയ്ക്കും. അങ്ങനെ പറ, അവൻ എന്നെ നിറയ്ക്കും. സ്തോത്രം. ഞാൻ കുറഞ്ഞു പോകത്തില്ല, കാരണം എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഒന്ന് പറഞ്ഞേ, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, എന്റെ ദൈവം എന്റെ ഭവനത്തിലുണ്ട്, എന്റെ ദൈവം എന്നെ അന്ത്യത്തോളം വഴി നടത്തും. പറഞ്ഞോ, സ്വർഗത്തിലെ ദൈവത്തിന് നീതി അത് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ഒരിക്കലും ലോകക്കാരുടെ മുമ്പിൽ തല ഉരിച്ചു നടക്കുവാൻ, ലോകക്കാരുടെ മുമ്പിൽ ക്ഷീണിച്ചു പോകുവാൻ, ലോകക്കാരുടെ മുമ്പിൽ ഇല്ല എന്ന് പറയുവാൻ ദൈവം അനുവദിക്കത്തില്ല.
അനുഗ്രഹിക്കപ്പെടും. നമുക്ക് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാ, സങ്കീർത്തനം 121, എൻ്റെ കഷ്ടത ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളുകയും ചെയ്തു. സഹോദരങ്ങളെ, നിലവിളി കേൾക്കുന്ന ദൈവം, കഷ്ടത കാണുന്ന ദൈവം, കണ്ണുനീരിന് മറികടന്നു പോകാത്ത ദൈവം അന്ത്യത്തോളം നമ്മോട് കൂടെ ഇരിക്കാം. ഞാൻ വരുവോളം എൻ്റെ മഹത്വത്തെ പ്രസിദ്ധമാക്കുവനെന്ന് പറഞ്ഞു പോയ കർത്താവ് വരുവാൻ കാലമായി. ആ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ നമുക്ക് എടുക്കപ്പെടാൻ ഒരുങ്ങിയിരിക്കാം. ഈ വചനങ്ങളെ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.